അപ്പോൾ നമ്മൾ വേളാങ്കണ്ണിയിൽ വന്നിറങ്ങി. ഇവിടെ വരുമ്പോൾ നമ്മളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ആൾക്കാരുണ്ടാവും. അപ്പോൾ അതേ ഒരു ചേട്ടൻ നമ്മളെ റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതിനാണ്. അപ്പോൾ ഞാൻ ചെന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങളൊരു പുള്ളിക്കാരൻ കൊണ്ടുപോയായിരുന്നു റൂം കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഞാനാണ് പോയത്. ഞാൻ പോയി കണ്ടപ്പോഴത്തേക്കും കുഴപ്പമില്ല റൂം, പക്ഷേ ബാത്റൂമും കാര്യങ്ങളും മോശം, വെള്ളമില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി വേറൊരു റൂം കണ്ട്. കുഴപ്പമില്ല, ബെറ്റർ. നമ്മുടെ മലയാളി പള്ളി കുർബാന നടക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ്. ഒരു റൂമിന് 700, നോൺ AC ആണ്, AC ഇല്ല. പിന്നെ ഒരു ദിവസത്തേക്കല്ലേ. ഇപ്പം ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്തിട്ട് നാളെ ഉച്ചയാകുമ്പോഴത്തേക്കും വെക്കിറ്റ് ചെയ്തു തരും. അപ്പോൾ പിന്നെ ACയുടെ ആവശ്യം വരില്ല. നമ്മൾ മൊത്തം ഇങ്ങനെ കറങ്ങി നടക്കല്ലേ ഉള്ളൂ. അപ്പോൾ ബാക്കിൻ്റെ ഭക്ഷണം കഴിക്കാൻ വേണമെന്ന് ഫ്രഷ് ആയത് അതിൻ്റെ വിശേഷം പുറകെ കാണാം. നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് കാണുന്നതാണ് മലയാളി കുർബാന നടക്കണ പള്ളി കേട്ടോ. അപ്പോൾ നേരെ വേണ്ട ഈ വഴി നേരെ എന്ന് കഴിഞ്ഞാൽ നമുക്ക് പള്ളിയിലേക്കല്ല. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തൊരു അച്ചായൻസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടെ വന്നേക്കാണ്. എങ്ങനെ ഉണ്ടാവും അറിയാൻ പോലെ ഫ്ലോപ്പ് ആവോ നല്ലതാണെന്ന് അറിയാൻ പോലെ അവിടെ വന്നേക്കാണ്. അപ്പോൾ ഫുഡ് കഴിക്കലടാ. ബിരിയാണിയാണ് പറയുന്നത്, ചിക്കൻ ബിരിയാണി. ബിരിയാണി ഓർഡർ ചെയ്തിട്ട് വരാൻ വയ്യേക്കണ കാരണം സലാഡ് കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കണം. ബിരിയാണിക്ക് വേണ്ടി വെക്കും. വേദാടിയും സലാഡ് കഴിക്കുന്നത്. ഞാനും മമ്മിയും മാത്രം കഴിക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി വന്നിട്ടുണ്ട്. എനിക്ക് സ്പെഷ്യലായിട്ട് 2 ഫ്രൈ ഉണ്ട്, ചിക്കൻ ഫ്രൈ, പിന്നെ ഒരു ചിക്കൻ അല്ലാതെ ദം ചെയ്തത്. അപ്പോൾ നമ്മുടെ ബിരിയാണിയോടൊപ്പം ചിക്കൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ അല്ലാതെ ദം ചെയ്തത്. ഞാൻ കഴിക്കട്ടെ. ഒരു കടി എല്ലാവരും കൂടെ കഴിച്ചു. അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം എന്തായാലും സൂപ്പറാണ്. നിങ്ങൾ ഇവിടെ വന്ന് കഴിക്കണമെങ്കിൽ നമുക്ക് മര്യാദക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റോടെ. അപ്പം ഞാനിപ്പോൾ ബിരിയാണിയാണ് വാങ്ങിച്ചാൽ ഞങ്ങൾ നല്ല സൂപ്പർ ബിരിയാണിയാണ്. നമുക്ക് അതിനോടൊരു ചിക്കൻ ഫ്രൈ ഞാൻ പറയും, ചിക്കൻ ദം ചെയ്തുണ്ടാവും. ഇതിന് അഡീഷണൽ നമ്മളത് വാങ്ങിച്ചു ചിക്കൻ ഫ്രൈ. അത് അത്രയും ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. എന്തായാലും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ നിങ്ങൾ മലയാളീസിൻ്റെ അച്ചായൻസ് എന്നുള്ള കട ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും. ഹാപ്പിയായിട്ട് ഭക്ഷണം കഴിക്കാം. ഇതാണ്ട ഞാൻ പറഞ്ഞ അച്ചായൻസ് എന്ന് പറഞ്ഞ കട. ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പ് കാരണം പെട്ടെന്ന് കയറി. അപ്പോൾ പേര് കാണിക്കാൻ വേണ്ടി മറന്നുപോയി. ഇവിടെ ആരോട് ചോദിച്ചാലും കാണിച്ചത് ഇതാണ് അച്ചായൻസ്. സൂപ്പർ ഫുഡാണ്, ധൈര്യത്തോടെ ഒന്ന് കഴിക്കാം. അങ്ങനെ നമ്മുടെ ഫുഡ് അടി കഴിഞ്ഞ് ഇതാണ് വേളാങ്കണ്ണിയിലെ ബസ് സ്റ്റാൻഡ്. പിന്നെ ഈ കാണുന്നതാണ് ഓട്ടോ സ്റ്റാൻഡ്. ചുമ്മാ അത് നടക്കാൻ ഇറങ്ങിയാണ്. കഴിച്ച ഭക്ഷണം ദഹിക്കണമല്ല. ഞാനിങ്ങനെ വേളാങ്കണ്ണിയുടെ റോട്ടിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ എന്തൊക്കെ കാണാനുണ്ടെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടാ. ഇവിടെ ഫിഷൊക്കെ മസാല വരട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് വറുത്ത് തരാൻ വേണ്ടിയിട്ട്. ഇവിടെ ഫുള്ള് ക്യാൻവാസിങ് കണ്ട വെച്ചാല് നമ്മളിവിടെ വന്നിറങ്ങിയുമ്പോൾ തുടങ്ങി ഓട്ടോ തുടങ്ങി എല്ലാം നമ്മളെ ക്യാൻവാസ് കൊണ്ടിരിക്കും. നമുക്കതിൽ ഏതാണ് ബെറ്റർ എന്ന് നോക്കുക, എന്നിട്ട് നമ്മൾ ചെയ്യുക. ഇപ്പം എന്തായാലും ഒരു ഫുഡ് സ്പോട്ട് ഞാനിപ്പോൾ പറഞ്ഞത് ഓക്കെ, മസ്റ്റായിട്ട് നിങ്ങൾ പോയി കഴിച്ചിരിക്കണം. സൂപ്പറാണ് അച്ചായൻസ്. ബാക്കി ഇനി വൈകുന്നേരത്തെ ചായ, പിന്നെ രാത്രിത്തെ ഫുഡ്, അതിൻ്റെ സ്ഥലവും കാര്യങ്ങളും എങ്ങനെയാണ് നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം.